ഓക്കെ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. സോ സ്ട്രക്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് ആദ്യം വരുന്നത് ആൽക്കഹോൾ. സോ ആൽക്കഹോളിന് OH ഗ്രൂപ്പ് ആണല്ലോ. സോ ഇൻ OH ഗ്രൂപ്പ് വി സീ ദാറ്റ് ഒരു കാർബൺ ആറ്റം ഉണ്ടായിരിക്കും, അതിനകത്തേക്കൊരു O, അതിനകത്തേക്കൊരു H ആറ്റം ആയിരിക്കും കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പം ഈ CO ബോണ്ട്, കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട്, ഈ ബോണ്ട് ഒരു സിഗ്മ ബോണ്ടാണ്. ഓക്കെ, അതൊരു സിഗ്മ ബോണ്ടാണ്. അപ്പോൾ ഈ സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചാൽ, കാർബൺ ആറ്റത്തിൻ്റെയും ഓക്സിജൻ ആറ്റത്തിൻ്റെയും sp3 hybridized orbitals, sp3 hybridized orbitals ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പം കാർബണിൻ്റെ sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റലാന്ന് വെച്ചു, ഇത് ഓക്സിജൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് വെച്ചു. ഇവർ രണ്ടുപേരും ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഇവിടെ നമ്മൾ കണ്ട സിഗ്മ ബോണ്ട് ഫോം ആവുന്നത്. അതല്ലാതെ ബോണ്ട് ആംഗിൾ, ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഒരു ആൽക്കഹോളിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് വെച്ചാൽ 108.9 ഡിഗ്രിയാണ്. 108.9 ഡിഗ്രി. അപ്പം ഇതെന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ആംഗിളിനേക്കാളും സ്ലൈറ്റ്ലി ലെസ്സാണ്. ടെട്രാഹെഡ്രൽ ആംഗിളിനേക്കാളും സ്ലൈറ്റ്ലി ലെസ്സാണ്. അത് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആൽക്കഹോൾ ബോണ്ട് അല്ലെങ്കിൽ OH ബോണ്ടിങ്ങിനകത്ത് ഇവിടെ രണ്ട് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജൻ്റെ വാലൻസി കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് ഈ രണ്ട് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. ഈ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൾഷൻ കാരണമാണ് ഇവിടുത്തെ ആംഗിൾ സ്ലൈറ്റ്ലി ലെസ് ആവുന്നത്. റിപ്പൾഷൻ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഓഫ് ഓക്സിജൻ ആറ്റം. അപ്പോൾ ഈ ഒരു റിപ്പൾഷൻ കാരണം അവരുടെ ആംഗിൾ സ്ലൈറ്റ്ലി ലെസ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ബോണ്ട് ലെങ്ത്താണ്. ബോണ്ട് ലെങ്ത്, ഇവിടെ നമുക്ക് രണ്ട് ബോണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് നമ്മുടെ സിയും ഓയും ആയിട്ടുള്ള ബോണ്ട്, ഒന്ന് നമ്മൾ ഓയും എച്ചും ആയിട്ടുള്ള ബോണ്ട്. CO ബോണ്ട് എന്ന് പറയുന്നത് 142 PM. 142 PM. നമ്മുടെ OH ബോണ്ട് എന്ന് പറയുന്നത് 96 PM. ഓക്കെ, സോ ഈ ബോണ്ട് എന്ന് പറയുന്നത് OHൻ്റെ നടുക്കുള്ള ബോണ്ട് 96 PM-ഉം ഇതെന്ന് പറയുന്നത് COയുടെ ബോണ്ട് 142 cm-ഉം. ഈ അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫീനോളാണ്. ഫീനോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഫീനോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീനോളിനകത്ത് നമുക്ക് രണ്ട് ബോണ്ട്സ് കാണാം. ഒന്ന് ഇവിടുത്തെ C ആറ്റവും ഈ ഓയും തമ്മിലുള്ള ഒരു ബോണ്ട്, അല്ലെങ്കിൽ ഇത് ഈ ഒരു ഓയും എച്ചും തമ്മിലുള്ള ബോണ്ട് അല്ലേ. ഓയും എച്ചും തമ്മിലുള്ള ബോണ്ട് 96 ഡിഗ്രി തന്നെയാണ്, ആൽക്കഹോളിനെ പോലെ തന്നെ. പക്ഷേ ഇതിനകത്ത് സിയും ഓയും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് 136 ആണ്. അത് കൺസിഡറബിളി നമ്മൾ ആൽക്കഹോൾസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ട് കാരണത്താലാണ് ഇതിൻ്റെ ബോണ്ട് ലെങ്ത് കുറഞ്ഞത്. ഫസ്റ്റ്ലി sp2 ഹൈബ്രിഡൈസേഷൻ. ഇതെന്ന് പറയുന്ന കണക്റ്റഡ് ആയിട്ടുള്ള C ആറ്റം ഒരു ഡബിൾ ബോണ്ടഡ് ആറ്റമാണ് അല്ലേ. അപ്പോൾ അതിന് ഒരു sp2 ഹൈബ്രിഡൈസേഷൻ കിട്ടും. sp2 ഹൈബ്രിഡൈസേഷൻ, ഈ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന് ബോണ്ട് ലെങ്ത് കൂടുതലാണ്. അങ്ങനെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന് ബോണ്ട് ലെങ്ത് sp3നേക്കാളും കുറവായിരിക്കും. sp1 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും. സോ ഹൈബ്രിഡൈസേഷനിൽ ബേസിസ് ആണ് ഈ ബോണ്ട് ലെങ്സ് പോകുന്നത്.
അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ ആയതിനാൽ ഇതിൻ്റെ ബോണ്ട് ലെങ്ത് കുറഞ്ഞു. അതല്ലാതെ രണ്ടാമത്തെ ഒരു റീസണും കൂടിയുണ്ട്, അതാണ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക് അത് റെസൊണൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ ഓൾറെഡി രണ്ട് എക്സ്ട്രാ ഓക്സിജൻ എപ്പോഴും രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ അരോമാറ്റിക് റിങ്ങിൻ്റെ അവിടെ കോൺജുഗേഷൻ ഉണ്ടാവും. ഓക്കെ, the lone pairs of electrons are in conjugation with the carbon atom of the aromatic ring. അല്ലേ, അതുകൊണ്ടുണ്ടാവുന്ന ഒരു റെസണൈസേഷൻ കാരണമാണ് ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഈ രണ്ട് കാരണത്താലാണ് ഇതിൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കുറഞ്ഞു പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈതേഴ്സാണ്. അപ്പം ഈതേഴ്സിനകത്ത് നമ്മുടെ ഒരു O ആറ്റത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു രണ്ട് C ആറ്റം കാണാൻ പറ്റും. അപ്പം ഇതിന് ഓക്സിജന് രണ്ട് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതെല്ലായിടത്തും കാണും. അതിന് വാലൻസി സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പം ഈ രണ്ട് കാർബൺ ആറ്റത്തിന് അവിടെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ H ആറ്റംസ് വരും. അപ്പം അതുപോട്ടെ ഈ രണ്ട് C ആറ്റംസ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് അവർ. അത്രയും മനസ്സിലാക്കിയിരിക്കാം. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ, ഈതേഴ്സിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 101.7 ഡിഗ്രി. ഇത് സാധാരണ ടെട്രാഹെഡ്രൽ ആംഗിളിനേക്കാളും സ്ലൈറ്റ്ലി ലാർജറാണ്. നമ്മൾ ടെട്രാഹെഡ്രൽ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് 109 ഡിഗ്രി അല്ലേ, അപ്പം ഇത് അതിനേക്കാളും സ്ലൈറ്റ്ലി ലാർജറാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ബൾക്കി ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇല്ലേ, മുമ്പ് പറഞ്ഞ രണ്ട് ബൾക്കി ആൽക്കൈൽ ഗ്രൂപ്പ്സ്, ഇവർ തമ്മിലുള്ള റിപ്പൾഷൻ കാരണമാണ് ഇതിൻ്റെ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ബോണ്ട് ആംഗിൾ ഇൻക്രീസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ബൾക്കി ആൽക്കൈൽ ഗ്രൂപ്പ്സ് റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, ബൾക്കി ആയിട്ടുള്ള രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് റിപ്പൽ ചെയ്യുമ്പോഴത്തേക്കുമാണ് അവിടെ ബോണ്ട് ആംഗിൾ കൂടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ CO ഒറ്റൊരു ബോണ്ട് മാത്രമേ ഉള്ളൂ കാണാൻ, അത് CO ബോണ്ടാണ്. CO ബോണ്ടിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 141 pm. അത് ഓൾമോസ്റ്റ് സെയിം ആണ്. ആൽക്കഹോളിനകത്ത് 142 pm ആണ് ആക്ച്വലി വരുന്നത്. ഈതേഴ്സിനകത്ത് 141 pm ആണ്.